വെൽക്കം ടു എവരിബഡി. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത് കേരള സർവീസ് റൂൾസ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ മാത്രം പ്രതിപാദിക്കുന്ന വിഷയമാണ് എന്നായിരുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ സർക്കാർ ജീവനക്കാരന് സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ആരോപണ വിധേയമാകുന്ന ഉദ്യോഗസ്ഥൻ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്താറുണ്ട്. ഈ അവസരത്തിലും ജീവനക്കാരന് ഉപജീവന ഭത്ത എന്ന നിലയിൽ ജീവനാംശം സബ്സിസ്റ്റൻസ് അലവൻസ് അനുവദിച്ചു കൊടുക്കും. When an officer is suspended from service and not in receipt of pay or leave salary, subsistence allowance will be paid at the rate of half pay leave salary for the entire period of suspension. സസ്പെൻഷൻ കാലഘട്ടം പൂർണ്ണമായിട്ടും അർദ്ധവേതന അവധി ശമ്പളത്തിൻ്റെ തോതിലുള്ള ഉപജീവന ഭത്ത ലഭിച്ചിരിക്കും എന്ന് വ്യവസ്ഥയുണ്ട്. ഒന്നാമത്തെ പാർട്ടിൽ ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ശമ്പളത്തോടു കൂടിയുള്ളത്, കോമ്പിനേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്, ലീവ്, ജോയിനിങ് ടൈം, കമ്പൽസറി റിട്ടയർമെൻറ്റ്, ഫോറിൻ സർവീസ്, സസ്പെൻഷൻ, ഡിസ്മിസൽ ആൻഡ് റിമൂവൽ തുടങ്ങിയ കാര്യങ്ങൾ വിവിധ ചാപ്റ്ററുകളിലായിട്ട് അവതരിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് പോയാലോ, 116 റൂളുകളുള്ള രണ്ടാമത്തെ പാർട്ടിലും ജീവനക്കാരൻ്റെ അവകാശങ്ങൾ തന്നെയാണ് പ്രതിപാദിക്കപ്പെടുന്നത്. ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്താൽ യാത്രാബത്ത ഇനത്തിൽ ഉദ്യോഗസ്ഥന് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച്, കാരണം സർക്കാരിൻ്റെ ജോലി വിഭജിച്ച് നൽകുന്നതിന് വേണ്ടി, സർക്കാരിൻ്റെ പൊതു താല്പര്യത്തെ മുൻനിർത്തി സർക്കാരിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ യാത്രയ്ക്ക് വന്നേക്കാവുന്ന ചിലവുകളുണ്ടാകുന്ന നഷ്ടം, പൊതു താല്പര്യത്തെ മുൻനിർത്തി ഒരു ഉദ്യോഗസ്ഥനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുമ്പോൾ സ്ഥലം മാറ്റ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥന് തൻ്റെ കുടുംബങ്ങളെ കൂടെ കൂട്ടുന്നതിന് കുടുംബങ്ങൾ യാത്ര ചെയ്ത വഴിയിലുള്ള യാത്രാബത്ത, വീട്ടുപകരണങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്ന ഇനത്തിൽ കടത്തുകൂലി, അത് കയറ്റുന്നതിനും ഇറക്കുന്നതിനുമുള്ള കയറ്റിറക്ക് കൂലി എന്ന രീതിയിൽ നഷ്ടം വരുന്ന തുക, ഈ സർക്കാരിൻ്റെ ഉത്തരവ് നടപ്പിലാക്കിയതിൻ്റെ പേരിൽ ജീവനക്കാരന് വരുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി നൽകുന്ന നഷ്ടപരിഹാര ഭത്തയാണ് ട്രാവലിംഗ് അലവൻസ് എന്ന് പറയുന്നത്. കോമ്പൻസേറ്ററി അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ ടു മീറ്റ് ദി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ട്രാവലിംഗ് ഓർ ട്രാൻസ്പോർട്ടിംഗ് ഹിസ് പേഴ്സണൽ ലഗേജ്. ടിഎയുടെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്, ഒരു നഷ്ടപരിഹാര ഭത്തയാണ് എന്നാണ്. ട്രാവലിംഗ് അലവൻസ് ഈസ് എ കോമ്പൻസേറ്ററി അലവൻസ്, ഒരു നഷ്ടപരിഹാര ഭത്തയാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിലെയും രണ്ടാമത്തെ പാർട്ടിലെയും പ്രതിപാദ്യ വിഷയങ്ങൾ ജീവനക്കാരൻ്റെ ആനുകൂല്യങ്ങളെ പറയുന്നു. സർവീസിലിരിക്കുമ്പോൾ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു എങ്കിൽ 151 റൂളുള്ള പാർട്ട് 3യിലേക്ക് കടന്നാൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ജീവനക്കാരൻ്റെ സർവീസ് പൂർത്തീകരിച്ച് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്താൽ ജീവനക്കാരന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പെൻഷൻ, ഗ്രാറ്റുവിറ്റി, DCRG, ഫാമിലി പെൻഷൻ, കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളുടെ കാൽക്കുലേഷനും അതിൻ്റെ അവതരണവുമാണ് നടക്കുന്നത്. റിട്ടയർ ചെയ്ത ജീവനക്കാരന് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നു. 4 തരത്തിലുള്ള റിട്ടയർമെൻറ്റുകളെ അവിടെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. കോമ്പൻസേഷൻ പെൻഷൻ, ഇൻവാലിഡ് പെൻഷൻ, റിട്ടയറിംഗ് പെൻഷൻ ആൻഡ് സൂപ്പറാന്വേഷൻ പെൻഷൻ എന്നിങ്ങനെ 4 തരത്തിലുള്ള പെൻഷനുണ്ട്. അതിൻ്റെ ക്വാളിഫയിങ് സർവീസ് കണക്കാക്കുന്നത് മിനിമം ക്വാളിഫയിങ് സർവീസ്, മാക്സിമം ക്വാളിഫയിങ് സർവീസ്, maximum DCRG, minimum pension, maximum pension,
മിനിമം ഫാമിലി പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുന്ന മൂന്നാമത്തെ പാർട്ടും. അതിൽ പറയുന്നതിന് പെൻഷൻ ഓർ ഗ്രാറ്റുവിറ്റി എന്നാണ്. അപ്പോൾ പെൻഷൻ ഓർ ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ പെൻഷനും ഗ്രാറ്റുവിറ്റിയും കൂടെ ഒരാൾക്ക് കിട്ടില്ല. മിനിമം 10 വർഷം സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ പെൻഷന് അർഹതയുള്ളൂ. 10 വർഷം സർവീസ് പൂർത്തിയാകാതെ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന സാഹചര്യത്തിൽ പെൻഷന് പകരമായി ഒരു മൊത്തത്തുക നൽകിയിരിക്കും. ഇങ്ങനെ നൽകുന്ന പെൻഷന് പകരമായി പെൻഷൻ യോഗ്യതയില്ലാത്ത വ്യക്തികൾക്ക് പെൻഷന് പകരമായി മൊത്തത്തുക നൽകുന്നു. അതിനെയാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഈ ഗ്രാറ്റുവിറ്റി തുക വേണ്ടെന്ന് വെച്ചാൽ പ്രതിമാസം ജീവനക്കാരന് അനുവദിക്കുന്ന പെൻഷന് തുല്യമായ തുകയുടെ പേര്, ആ പെൻഷന്റെ പേര് തന്നെ എക്സ് ഗ്രേഷ്യ പെൻഷൻ എന്നാണ്. 2014 ശമ്പള പരിഷ്കരണ ഉത്തരവ് മുതൽ എക്സ് ഗ്രേഷ്യ പെൻഷന് മറ്റു സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് ലഭ്യമാകുന്നത് പോലെ തന്നെ ക്ഷാമാശ്വാസവും ലഭിച്ചിരിക്കും. അപ്പോൾ മിനിമം 3 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ, മിനിമം എത്ര പറഞ്ഞാൽ 3 വർഷത്തിൽ താഴെ സർവീസുള്ള ആൾക്ക് 3 വർഷത്തേക്കുള്ള ആ ഒരു മിനിമം എന്നുള്ള രീതിയിൽ കണക്കാക്കി അത് നൽകുന്നതാണ്. 2550 രൂപ എന്നുള്ള രീതിയിൽ. 10 വർഷം സർവീസുള്ള വ്യക്തികൾക്ക് 8500 രൂപയാണ് മിനിമം പെൻഷൻ. മാക്സിമം DCRG 14 ലക്ഷം രൂപയാണ്. ഇങ്ങനെ അക്കമിട്ട് പറയുന്ന ആനുകൂല്യങ്ങൾ റിട്ടയർമെൻറ്റിന് ശേഷം ജീവനക്കാരന് ലഭിക്കുന്നു. ഇപ്പോൾ ഞാൻ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ കേരള സർവീസ് റൂൾസിൻ്റെ 3 പാർട്ടും എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അത് പ്രാവർത്തികമാക്കുന്ന സമയത്ത്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗുണഭോക്താക്കളായി വരുന്നത് സർക്കാർ ജീവനക്കാർ മാത്രമാണ്. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ നിയമം നടപ്പിലാക്കുവാനുള്ള അധികാര വികേന്ദ്രീകരണം വഴി കീഴ് ജീവനക്കാർക്ക് വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. കേരള സർവീസ് റൂൾസിലെ പാർട്ട് 1 ചട്ടം 9 അനുസരിച്ചുള്ള ഡെലിഗേഷൻ പവേഴ്സ്. ആ ഡെലിഗേഷൻ പവേഴ്സ് ഏതാനും ചില കാര്യങ്ങൾ മാത്രം സർക്കാരിൽ നിക്ഷിപ്തമാണ്. ബാക്കിയെല്ലാം ഈ റൂളിൽ പറയുന്ന, ഈ ചട്ടപ്രകാരം പറയുന്ന മുഴുവൻ കാര്യങ്ങളും അത് നടപ്പിലാക്കുവാനുള്ള അധികാരം കീഴ് ജീവനക്കാരിലുണ്ട്. അതിന് ഡെലിഗേഷൻ പവർ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൈമറി അധ്യാപകനാണ്. അയാൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു. റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്കുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ച് നൽകുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ്. അതൊരു ഹൈസ്കൂൾ അധ്യാപകനാണ്. ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ച് നൽകുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനാണ്. അവിടെ നിന്നപ്പുറത്തോട്ട് ഹയർ സെക്കൻഡറി അധ്യാപകനാണെങ്കിൽ അത് മേഖലാ ഉപമേധാവി, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ. ചില കേസുകളിൽ അത് ഡയറക്ടർമാരായിരിക്കും, നിയമനാധികാരി. അപൂർവം ചില കേസുകൾ ഡയറക്ടർമാരായിരിക്കും. ഇപ്പോൾ പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിന് അധികാര വികേന്ദ്രീകരണം താഴെ തട്ടിലേക്ക് അനുവദിച്ചു നൽകിയിരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ സർക്കാരിൽ മാത്രം നിക്ഷിപ്തമാണ്. ഇപ്പോൾ ഒരു റൂൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അത് റൂൾ പ്രിഫർ ചെയ്യാം. ഒരു ഉദ്യോഗസ്ഥനെ അന്യത്ര സേവനത്തിലേക്ക് ഡെപ്യൂട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സർക്കാരിൽ മാത്രം നിക്ഷിപ്തവുമാണ്. അപ്പോൾ കേരള സർവീസ് റൂൾസ് ഈ രീതിയിലുള്ളതാണ്. അത് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാരും നമ്മൾ തന്നെയാണ്. നമുക്കുള്ള ആനുകൂല്യങ്ങളെ മാത്രമാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഒരല്പം ഗൗരവ സ്വഭാവമുണ്ട് എന്നതാണ്. ഇനി രണ്ടാമത്തെ പേപ്പർ ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, വോളിയം 2, ബഡ്ജറ്റ് മാനുവൽ. ഈ 3 പുസ്തകങ്ങൾ ചേർന്നതാണ് അക്കൗണ്ടൻസി ലോവറിൻ്റെ സെക്കൻഡ് പേപ്പർ. ഹയറിൽ പാർട്ട് 1 സെക്കൻഡ് പേപ്പർ കോമൺ ആയിട്ട് കാണുന്നത് KSEB PWDയിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്. ജനറൽ ആയിട്ടുള്ളവർക്ക് ഹയറിലെ ഫസ്റ്റ് പേപ്പർ ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, വോളിയം 2, കേരള ബഡ്ജറ്റ് മാനുവൽ. 3 പുസ്തകങ്ങളാണ്. ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്തൊക്കെയാവും?
ഫിനാൻഷ്യൽ കോഡ് എന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തിക കാര്യങ്ങളെ പ്രതിപാദിക്കുന്നതാണ്, അത് പ്രതിനിധാനം ചെയ്യുന്നത് സാമ്പത്തിക കാര്യങ്ങളാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക വിനിയോഗം, ധനവിനിയോഗം, ഇൻകറിംഗ് എക്സ്പെൻഡിച്ചർ, ആ ഇൻകറിംഗ് എക്സ്പെൻഡിച്ചർ ആണ് ഫിനാൻഷ്യൽ കോഡിലുള്ളത്. ഏതെല്ലാം മേഖലയിൽ ചെലവഴിക്കുന്നുണ്ട്? യാത്രാഭത്ത ഇനത്തിൽ, ശമ്പളം ഇനത്തിൽ, അതുപോലെ തന്നെ സർക്കാർ ഫണ്ടുകളായിട്ട് അങ്ങ് തിരിച്ചു പിടിക്കുന്നത്, സർക്കാർ കടമെടുക്കുന്നത്, അഡ്വാൻസസ്, വിവിധ തരം അഡ്വാൻസ്, സർക്കാർ നൽകുന്ന കടങ്ങൾ വിവിധ തരം അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സർക്കാർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്, വർക്കുകൾ, കാരണം വികസനത്തിൻ്റെ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി മേഖലകളിൽ സർക്കാർ ധനവിനിയോഗം നടത്തുന്നുണ്ട്. ഈ ധനവിനിയോഗം നടത്തുന്നതിനുള്ള വ്യവസ്ഥകളെ കുറിച്ചും പർച്ചേസ്, ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന സ്റ്റോർ പർച്ചേസ് മേഖലയെക്കുറിച്ചുമൊക്കെ കോമൺ ആയിട്ടുള്ള വ്യവസ്ഥകളാണ് ഇതിൽ പറയുന്നത്. അതിൽ ടെൻഡറുണ്ട്, വർക്കുണ്ട്, ടെൻഡറുണ്ട്, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നത്, കോൺട്രാക്റ്റ് തുടങ്ങിയ വിഷയങ്ങളാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. ഒരല്പം ഗൗരവതരമുള്ളതാണ്, കാരണം സർക്കാരിൻ്റെ പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണല്ലോ ഈ വിഷയം. രണ്ടാമത്തെ വോള്യം ഏതാനും ഫോമുകളാണ്. ഫിനാൻഷ്യൽ കോഡിൻ്റെ ഭാഗത്ത് ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉപയോഗിക്കുന്ന ഏതാനും ഫോമുകളും അപ്പൻഡിക്സ് എന്ന രീതിയിലാണ്. അപ്പൻഡിക്സ് 4, അപ്പൻഡിക്സ് 6. അപ്പൻഡിക്സ് 4 സർക്കാർ ഓഫീസുകളിൽ സാഹചര്യത്തിൽ ജനറൽ റുട്ടീനിൽ വരുന്ന കണ്ടിജന്റ് എക്സ്പെൻഡിച്ചറുകളെ വിശദീകരിക്കുന്ന ചാപ്റ്റർ 4ഉം സീക്രട്ട് സർവീസ് അപ്പൻഡിക്സ് 4 കേട്ടോ. ചാപ്റ്റർ 4 മീൻസ് അപ്പൻഡിക്സ് 4. സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ എന്ന രീതിയിൽ അപ്പൻഡിക്സ് 6ഉം ഓഫീസേഴ്സ് എംപവേർഡ്, ഓഫീസേഴ്സ് ഇൻകറിംഗ് എക്സ്പെൻഡിച്ചർ, സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചറിന് എംപവേർഡ് ഓഫീസേഴ്സിനെയും പ്രതിപാദിക്കുന്ന ഒരു അപ്പൻഡിക്സ് 6ഉമാണ്. ചെറിയൊരു പുസ്തകമാണ്, കാര്യമായതൊരു ഫോമുകളാണ്. പിന്നെ അതിൻ്റെ അപ്പൻഡിക്സ് 4ഉം. ഈ ധനം വിനിയോഗം നടത്തുക എന്നുള്ള സംഭവം, കണ്ടിജന്റ് എക്സ്പെൻഡിച്ചറും അനുബന്ധ ചെലവുകളൊക്കെ ഓഫീസിൽ നടത്തുന്നു എന്നുള്ളപ്പോൾ ഈ ചെലവഴിക്കേണ്ടതിലേക്ക് ധനാഗമന മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് കൃത്യമായി പ്രതിപാദിക്കുന്ന ബഡ്ജറ്റ് മാനുവൽ. പുസ്തകം കണ്ടാൽ നമ്മൾ ഭയപ്പെടും, കുറച്ച് വലിയ പുസ്തകമാണ്. പക്ഷെ 111 പാരയേ ഉള്ളൂ. 111 പാരയെ 4ആയി വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റിൽ ഒരു 11ാമത്തെ പാരയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ, ഡെഫനിഷൻ. എല്ലാ നിയമപുസ്തകത്തിലും ഡെഫനിഷൻ എന്ന് പറഞ്ഞൊരു മേഖല ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ 4 മേഖലയായി തിരിച്ചിരിക്കുകയാണ്. പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ്, പാസിംഗ് ഓഫ് ദ ബഡ്ജറ്റ്, എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ്, റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ്. അപ്പോൾ ബഡ്ജറ്റ് മാനുവൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ബഡ്ജറ്റ് മാനുവലിലെ 111 പാരയെ 11ാമത്തെ പാരയിലെ ഡെഫനിഷൻ അങ്ങ് മാറ്റി നിർത്തിയാൽ പിന്നീട് ഉള്ള 111 പാരയിലെ 100 പാരയും ഇങ്ങനെ വിഭജിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് എന്ന് മുതലാണ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്, ഏതെല്ലാം കാര്യങ്ങൾ അതിന് ഉൾക്കൊള്ളിക്കേണ്ടത്, ആ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഓഫീസേഴ്സിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസേഴ്സ് ഏതെല്ലാം ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡേറ്റുകളും അവരുടെ ചുമതലകളും വിശദീകരിക്കുന്ന ഒരു മേഖലയാണ് പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ്. അടുത്തത് പ്രസൻറ്റേഷൻ ഓർ പാസിംഗ് ഓഫ് ദ ബഡ്ജറ്റ്. ഫൈനാൻസ് മിനിസ്റ്റർ ഇങ്ങനെ തയ്യാറാക്കിയ ഒരു കോൺഫിഡൻഷ്യൽ റെക്കോർഡാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ രേഖ, സാമ്പത്തിക രേഖ, അത് നിയമസഭയിൽ അംഗീകാരത്തിന് വേണ്ടി അവതരിപ്പിക്കുകയും അത് പാസ്സാക്കി എടുക്കുകയും ചെയ്യുന്ന മേഖലയാണ് 2ാമത്തെ മേഖല. അപ്പോൾ ബഡ്ജറ്റ് പാസ്സാക്കി എടുക്കുന്ന മേഖലയെക്കുറിച്ചാണ് 2ാമതായി ചർച്ച ചെയ്യുന്നത്. 3ാമത്തെ മേഖല എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് എന്നാണ്. എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ്, ബഡ്ജറ്റ് നടപ്പിലാക്കുക, പാസ്സാക്കിയ ധനം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്.
അത് എക്സിക്യൂട്ടീവ് വിഭാഗങ്ങൾ, കാരണം ബഡ്ജറ്റിൽ പറഞ്ഞ് ചെലവഴിക്കാനോ നിർദ്ദേശിക്കപ്പെടുന്ന മുഴുവൻ തുകകളും ഇവിടെ ചെലവഴിക്കുന്നത് സർക്കാർ ജീവനക്കാരായ നമ്മളെപ്പോലുള്ളവരാണ്. അതുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? അപ്പോൾ എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റിൻ്റെ അവതരണം, അത് നടപ്പിലാക്കുക, അവതരിപ്പിക്കുക, പാസ്സാക്കി, പ്രിപ്പയർ ചെയ്തു, അവതരിപ്പിച്ച് പാസ്സാക്കി, ആ പാസ്സാക്കിയതിനെ ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നു. അതാണ് എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നീട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനെ ഒരു റിവ്യൂ നടത്തേണ്ടതുണ്ട്. ആ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ്. റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിന് 3 ലെജിസ്ലേച്ചർ കമ്മിറ്റികളാണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ആൻഡ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നിങ്ങനെ 3 കമ്മിറ്റികളാണ് ഈ എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് എന്ന മേഖലയിൽ പെർഫോം ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ പേപ്പറിൻ്റെ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ കോഡ് വോള്യൂം 1 വിവിധ മേഖലയിലെ ഇൻകറിംഗ് ഓഫ് എക്സ്പെൻഡിച്ചറാണ് സർക്കാരിൻ്റെ. അതുപോലെ അഡ്വാൻസസ്, ഡെപ്പോസിറ്റുകൾ മാത്രമാണ് ഫിനാൻഷ്യൽ കോഡിലുള്ളത്. ഫിനാൻഷ്യൽ കോഡ് 2 ഏതാനും ഫോമുകളും കണ്ടിജൻ്റ് എക്സ്പെൻഡിച്ചറും സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ ധനവിനിയോഗം സർക്കാരിൻ്റെ ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് വരുന്ന സർക്കാർ റവന്യൂ, കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് എന്നീ മേഖലയിലുള്ള 3 കൈവഴിയിൽ സർക്കാരിലേക്ക് എത്തുന്ന ധനത്തിൻ്റെ സ്രോതസ്സുകളെ മുൻകൂട്ടി കണക്കാക്കി എക്സ്പെക്റ്റിംഗ് റിപ്പോർട്ട്, ഒരു രേഖയാണ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അതിനെ 4 മേഖലകളായി തിരിക്കുന്നു. 4 സ്റ്റേജുകളാണ്: പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ്, പാസിംഗ് ഓഫ് ദ ബഡ്ജറ്റ്, എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ്, റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് എന്നിങ്ങനെ. അപ്പോൾ രണ്ടാമത്തെ പേപ്പർ, 1ഉം 2ഉം പേപ്പറുകളെ നമ്മൾ ഈ 2 വീഡിയോകളിലായിട്ട് നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഇന്നത്തെയും ഒക്കെ ഈ വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് പഠിതാക്കൾക്ക് കാണാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കും. പ്രോബ്രെയിൻസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനലിലായിരിക്കും നമ്മൾ ഇത് ലിങ്ക് അയച്ചു തരുന്നത്. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരാഴ്ചയോളം ഇങ്ങനെ ഡെമോ ക്ലാസ്സുകളാണ്. ഇത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുമായി ഒന്ന് ഫെമിലിയർ ആകുന്നതിന് വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എൻറോൾ ചെയ്ത്, രജിസ്റ്റർ ചെയ്ത്, ഫീസ് അടച്ച് എൻറോൾ ചെയ്ത മുഴുവൻ പഠിതാക്കൾക്കും യൂസർ ഐ ഡിയും പാസ്വേഡും തന്നുകൊണ്ട് സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സൈറ്റിൽ ഇത് ലഭ്യമാകും. പലരും വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സമയം എപ്പോഴാണ്? സമയം സൗകര്യപ്രദമായ സമയങ്ങളിൽ നിങ്ങൾക്കിത് കാണാം. കാരണം ലൈവ് പ്രോഗ്രാം അല്ല, നമ്മൾ ക്ലാസ് എടുത്ത് എഡിറ്റ് ചെയ്ത് റെക്കോർഡഡ് പ്രോഗ്രാമാണ് നമ്മൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സൈറ്റിൽ നിന്ന് അത് റിപ്പീലാകുന്നത് വരെ നിങ്ങൾക്ക് പല പ്രാവശ്യം വേണമെങ്കിൽ കാണാം. ഏത് സമയത്തും നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് കാണാം, റിപ്പീറ്റ് ചെയ്ത് കാണാം. അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും ക്വസ്റ്റ്യനും അതിന് പരീക്ഷാ സംവിധാനവും ഇതേ ചാനലിൽ തന്നെ, ഇതേ രീതിയിൽ തന്നെ കിട്ടിയിരിക്കും. അതുകൊണ്ട് ക്ലാസ്സിൽ എൻറോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കൃത്യമായി ഗ്രൂപ്പിൽ, ഇന്നലെ ഞാൻ വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ നിങ്ങൾ എൻറോൾ ചെയ്ത മുഴുവൻ വ്യക്തികളും ഫീസ് അടച്ച് ഓൺലൈൻ സംവിധാനത്തിന് വേണ്ടി സൗകര്യപ്പെടുത്താൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും, യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കിട്ടിയാൽ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ ക്ലാസ്സുകളൊക്കെ കാണാം. അതിന് പ്രത്യേകിച്ച് ക്ലാസ്സിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രൂപ്പിലുള്ളവർക്ക് മുഴുവൻ കാണാം. നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഈ ലിങ്ക് നിങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പരമാവധി ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാം. അതിന് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഒറിജിനൽ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ എന്നുള്ള രീതിയിലേക്ക് ക്ലാസ്സുകൾ വരുമ്പോൾ അത് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഡൗൺലോഡ് ചെയ്യുവാനോ ഷെയർ ചെയ്യുവാനോ കഴിയുകയില്ല. അപ്പോഴത്തേക്ക് ക്ലാസ്സിൻ്റെ സ്വഭാവം മാറും, സബ്ജക്റ്റിൻ്റെ ഡെപ്ത് മാറും, വ്യത്യാസമുണ്ടായിരിക്കും, വീഡിയോകളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. എന്തായാലും ഓൺലൈൻ ക്ലാസ്സുകൾ ദീർഘമായ സമയം കണ്ടിരിക്കാൻ കഴിയാത്തതുകൊണ്ട്
അരമണിക്കൂർ വ്യത്യാസത്തിലുള്ള അരമണിക്കൂർ ഈ ഡ്യൂറേഷനിലുള്ള പിന്നെ വീഡിയോസ് ആയിരിക്കും കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടുള്ളതും സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പിന്നെ ഓരോരുത്തരെയും വിളിച്ച് നിങ്ങളുടെ കൊറിയർ അഡ്രസ്സ് കളക്ട് ചെയ്ത് ആ കൊറിയർ അഡ്രസ്സിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ തരും. ആ മെറ്റീരിയൽ ബേസ്ഡ് ആയിരിക്കും ഭാവിയിലുണ്ടാകുന്ന ക്ലാസ്സുകൾ. ഈ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മുഴുവൻ പഠിതാക്കളെയും നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2021 നടക്കുന്ന ജനുവരിയിൽ നടക്കാനിരിക്കുന്ന പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട എല്ലാവിധ ലേണിംഗ് സപ്പോർട്ടും ഇവിടെ നിന്ന് ലഭിച്ചിരിക്കും. നന്ദി, നമസ്കാരം.